പൊതുപരീക്ഷ ചോദ്യങ്ങളും ഉത്തരങ്ങളും 5ാം ക്ലാസ്. വിഷയം അഖീദ. പാഠം 1. അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിൽ ഉദാഹരണങ്ങൾ. 1. ആകാശലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. 2. നാം ജനിക്കുമ്പോൾ നമ്മുടെ വായിൽ പല്ലുകൾ ഇല്ല. പിന്നീട് അത് മുളയ്ക്കുന്നു. നിശ്ചിത വലിപ്പമായാൽ വളർച്ച നിൽക്കുന്നു. 3. നമുക്ക് ഊർജവും പ്രകാശവും നൽകുന്ന സൂര്യൻ നമ്മോട് അടുത്ത് സ്ഥാപിച്ചിരുന്നെങ്കിൽ ചൂടിന്റെ കാഠിന്യം കൊണ്ട് നാം കത്തിച്ചാമ്പലാകുമായിരുന്നു. നിലവിലുള്ളതിനേക്കാൾ മുകളിലായിരുന്നെങ്കിൽ തണുത്ത് വിറങ്ങലിക്കുമായിരുന്നു. ഗോളങ്ങൾ അതിന്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഖുർആൻ സൂക്തം. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. എല്ലാ ഗോളങ്ങളും അതിന്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. പാഠം 2. അശ്ശിർക്ക്. അല്ലാഹുവിനെ അനുസരിക്കുന്നവർക്ക് അവൻ നൽകും. സ്വർഗം നൽകി അനുഗ്രഹിക്കും. അല്ലാഹുവിനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അവൻ നൽകും. ശിക്ഷ നൽകും. തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം എന്നാൽ എന്ത്? അല്ലാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണെന്നുള്ള വിശ്വാസമാണ് തൗഹീദ്. ശിർക്ക് അഥവാ ബഹുദൈവ വിശ്വാസം എന്നാൽ എന്ത്? മുസ്ലിങ്ങളായ നാം ഇബാദത്തിന് അർഹനായി വിശ്വസിക്കുന്നത് ഏകനായ അല്ലാഹുവിനെ മാത്രമാണ്. അവനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ശിർക്ക്. ഇബാദത്ത് അഥവാ ആരാധന എന്നാൽ എന്ത്? അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത ദുആ. അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, കാരുണ്യത്തിന്റെ പ്രവാചകരായ മുഹമ്മദ് നബി തങ്ങളെ മുൻ നിർത്തിക്കൊണ്ടിതാ ഞാൻ നിന്നിലേക്ക് അഭിമുഖീകരിച്ചിരിക്കുന്നു. മുഹമ്മദ് നബിയെ, നിശ്ചയം തങ്ങളെ മുൻ നിർത്തി എന്റെ റബ്ബിലേക്ക് എന്റെ ഈ ആവശ്യത്തിൽ ഞാൻ മുന്നിടുന്നു. തങ്ങളെ എന്റെ ആവശ്യം നിറവേറ്റി തന്നാലും അല്ലാഹുവേ, എന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ നീ സ്വീകരിക്കണമേ. ഖുർആനിൽ ശിർക്കിനെ പറ്റി പറയുന്ന സൂക്തം. ഇന്ന ശിർക ലദുൽമുൻ അളീം. പാഠം 3. മുഅ്ജിസത്ത്. അംബിയാ മുർസലുകൾ ആരാകുന്നു? അല്ലാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അല്ലാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അൻബിയാ മുർസലുകൾ. മുഅ്ജിസത്ത് എന്നാൽ എന്ത്? അംബിയാ മുർസലുകൾ അല്ലാഹുവിന്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അല്ലാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. മാജിക്കും മുഅ്ജിസത്തും തമ്മിലുള്ള വ്യത്യാസം എന്ത്? മാജിക് അസാധാരണ സംഭവമാണെങ്കിലും അത് പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയും. എന്നാൽ മുഅ്ജിസത്ത് അംബിയാ മുർസലുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് എന്തായിരുന്നു? ശത്രുക്കൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ജ്വലിക്കുന്ന അഗ്നിയിലേക്ക് എറിഞ്ഞപ്പോൾ ഒരു പോറലുമേൽക്കാതെ പുഞ്ചിരി തൂകി നടന്നുവന്നു. ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു തീ ഇബ്രാഹിം അലൈഹിസ്സലാമിന് നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് എന്തായിരുന്നു? മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൈവശം ഒരു വടി ഉണ്ടായിരുന്നു. അത് താഴെയിട്ടാൽ ഭീകരമായ ഒരു സർപ്പമായി മാറുമായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് എന്തായിരുന്നു? ഈസാ നബി അലൈഹിസ്സലാമിന് മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്തായിരുന്നു? പരിശുദ്ധ ഖുർആൻ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് മുഅ്ജിസത്തുകൾ ഏതെല്ലാം? 1. ഇസ്രാ മിഅ്റാജ് യാത്രകൾ. 2. ചന്ദ്രൻ പിളർന്ന സംഭവം. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ ജലപ്രവാഹം. താങ്ക് യു.